ഇപ്പോൾ നമ്മൾ കയറാൻ വേണ്ടി പോകുന്ന ബോട്ടിലേക്ക്. എന്തായാലും ബാക്കി കാണാൻ. സംഭവം നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടാണ്. സംഭവം നമ്മളിപ്പോൾ ഇവിടെ നിന്ന് മൂവ് ചെയ്ത് തുടങ്ങി. ഇനിയിപ്പോൾ തൽക്കാലം ഇതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമ്മളിപ്പോൾ മൂവ് ചെയ്ത് തുടങ്ങിയിരിക്കുകയാണ്. എന്തായാലും അതിൻ്റെ തിരടിക്കുമ്പോൾ പ്രശ്നമുണ്ട്. നമ്മളുടെ ഇങ്ങനെ ബോട്ട് പോകുമ്പോൾ ഇവിടെ ഇങ്ങനെയാണ് വേവ്സ് വരുമ്പോൾ അവർ കയാക്കിൽ പോകുന്നവർക്ക് ചെറിയ പ്രശ്നം വരുന്നുണ്ട്. അടിപൊളി ബ്രിഡ്ജ് പണിതുകൊണ്ടിരിക്കുന്നുണ്ട്, പുതിയൊരു ബ്രിഡ്ജ് കണ്ടാ. സംഭവം നല്ല അടിപൊളിയാണ്. അതായത് നമ്മളിപ്പോൾ ഏകദേശം നല്ലൊരു സ്പീഡ് ഒരു ഏരിയയിലാണ്. ഐ മീൻ നടക്ക് പ്രൊമനേഡിൻ്റെ ഏരിയാസാണ്. അപ്പുറത്തും ഇവിടെ കണ്ടില്ല, ഇതിനിടയിൽ ഇനി നമ്മളവിടെ വെച്ച് പൊടിക്കാൻ പോകണേ. എന്താ രസം നോക്കി, ആ തിരുമാനൊക്കെ ഇങ്ങനെ ഇങ്ങനെ ഫ്ലോ ചെയ്യാനുണ്ടോ, നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര രസമുണ്ട് സംഭവം, ഭയങ്കര ത്രില്ഡാണ്. കാരണം
ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റൂട്ടെ. ശരിക്കും പറയുന്നത് പ്രൊമനേഡിൻ്റെ ഇടയിലൂടെ, അതായത് ശരിക്കും അപ്പുറം ഇപ്പുറം നല്ല ഒരു പച്ചപ്പിൻ്റെ ഇടയിൽ കൂടി നമ്മൾ നല്ല വാട്ടർ ചാലിലൂടെ ഇങ്ങനെ പോകുന്നൊരു ഫീൽ. എന്താ കേട്ടോ, അടിപൊളി. ഈ ഒരു ഫീല് വേറെ ഒരു സംഭവമാണ്, വേറൊരു ലെവലാണ് സംഭവം. എന്തായാലും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾ എന്തായാലും എക്സ്പീരിയൻസ് ചെയ്യണം. സംഭവം കിടുവാണ്, അടിപൊളി, ഒന്നും പറയാനില്ല എന്ന് തന്നെ പറയാം. പിന്നെ ഇവരുടെ റിനോ റൈഡ്സിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് ബുക്ക് ചെയ്യണമെങ്കിൽ ബുക്ക് ചെയ്യാം. എന്താ പറയുക, 1.5 ഹവറിന് 350 dirhams ആണ്. നിങ്ങൾക്ക് 2 അഡൾട്ടിനും 1 കുട്ടിക്കും വേണമെങ്കിൽ അക്കോമഡേറ്റ് ചെയ്ത് ഒറ്റ ഒരു ബോട്ടിൽ നിങ്ങൾക്ക് പോകാവുന്നതാണ്. നിങ്ങൾക്ക് സ്വന്തമായിട്ട് സെൽഫായിട്ട് ഡ്രൈവ് ചെയ്യാം. അതൊക്കെയാണ് അതിൻ്റെ മെയിൻ പ്രത്യേകത. എന്തായാലും വളരെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ്. എന്തായാലും നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ എന്തായാലും മിസ് ചെയ്യാണ്ടിരിക്കുക. ഹൈലി റെക്കമെൻഡഡ് ആണ്, അടിപൊളി. എൻ്റെ വേറൊരു വീഡിയോയിൽ ഞാൻ ചെയ്തിട്ടുണ്ടായില്ലേ പൈനാപ്പിൾ ടവർ. ഇതാ കാണുന്നത്, അതേ കാണുന്നത് പൈനാപ്പിൾ ടവർ. 2 എണ്ണം കണ്ട, ആ 2 ടവർ. അടിപൊളി അടിപൊളി, ഒന്നും പറയല്ല സംഭവം. ഇത് നിങ്ങൾ എന്തായാലും വന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ ഇറ്റ്സ് വർത്ത്. കയറി കഴിഞ്ഞാൽ, അതായത് നമ്മൾ വന്നു കഴിയുമ്പോൾ ഇടയ്ക്ക് വെച്ചിട്ട് ഒരു ഏരിയയിൽ സ്റ്റോപ്പ് ചെയ്യും. പിന്നെ നമുക്ക് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് കുറച്ചൊക്കെ ഇങ്ങനെ നടന്ന് എക്സ്പ്ലോർ ചെയ്യാം. ഒരു ദ്വീപ് പോലത്തെ സ്ഥലം തന്നെ ശരിക്കും. ഇവിടെ ചവിട്ടുമ്പോൾ ശരിക്കും നല്ല താന്നു പോകുന്നുണ്ട്. ചവിട്ടുമ്പോൾ ശരിക്കും ഇങ്ങനെ താന്നാണ് പോകും, അതായത് ചതുപ്പ് പോലെ ഏകദേശം. സംഭവം ഇറ്റ്സ് അമേസിങ്. എന്തായാലും ഇതൊരു അമേസിങ് എക്സ്പീരിയൻസ് ആണ് ഒന്നും പറയുന്നത്. ഇവിടെ നല്ല അത്യാവശ്യം നല്ല സ്ഥലമുണ്ട്. ഒരു എന്താ പറയുക, ചെറിയൊരു വോളിബോൾ കോർട്ടിന് പറ്റിയ ടൈപ്പുള്ള നല്ല അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്, നല്ലൊരു ഏരിയ. ഇവിടെ എന്തോ ഒരു ടെൻ്റൊക്കെ പോലെ ഉണ്ട്. ചിലപ്പോൾ അത് എന്താ പറയുക, വിൻ്ററിലൊക്കെ ഇവിടെ വന്നാൽ ഭയങ്കര രസമായിരിക്കും. ഇപ്പോഴും കുഴപ്പമില്ല. ഇപ്പോൾ ഈ ഒരു സെപ്റ്റംബറിൽ വീക്കിൽ മന്തിലോട്ട് ആയതുകൊണ്ട് അതിൽ ചൂടില്ല കാര്യമായിട്ട്. ഇറ്റ്സ് അമേസിങ്, ഒന്നും പറയാനില്ല, നല്ല രസമുണ്ട്. കണ്ടില്ലേ, നമ്മളിപ്പോൾ ഒരു കാടിൻ്റെ ഇടയിലായിട്ട്, അതായത് ഒരു ദ്വീപാണ് ശരിക്കും പറഞ്ഞാൽ. ഒരു ഐലൻഡ് പക്ക അടിപൊളി ഫീൽ, അടിപൊളി സൂപ്പർ. How do you feel the experience? Very good. Wow, നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള വാട്ടർ തന്നെ. ഇപ്പോൾ കുറച്ചായിട്ട് നമുക്ക് കടലും വെള്ളവും തന്നെയാണല്ലേ, ബോട്ടിങ് ഐലൻഡൊക്കെ തന്നെയാണ് സംഭവം. ഇതൊരു സംതിങ് ഞാൻ മാക്സിമം ട്രൈ ചെയ്യുന്നത് സംതിങ് എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള വ്യൂസാണ് കാണിക്കുന്നത്. പൊതുവെ നമ്മൾ കാണാറുള്ള മാൾസ് അങ്ങനെയുള്ള പൊതുവെ കാണുന്ന ട്രിപ്സിനേക്കാളൊക്കെ അറിയാവുന്ന ഏരിയാസിനേക്കാളും ഉപരിയായിട്ട് സംതിങ് ചേഞ്ച് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ എൻ്റെ വീഡിയോയിലൂടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കാര്യം നമ്മളിപ്പോൾ ബാക്കിയുള്ള അത്യാവശ്യം സ്ഥലങ്ങളൊക്കെ കാണാത്തവർ വളരെ കുറവായിരിക്കും. പിന്നെ അതിലൊന്ന് സംതിങ് എടുത്ത് പറയാവുന്ന രീതിയിൽ ലോട്ട് ഓഫ് വെറൈറ്റീസ് പറയാനായിട്ട് ചിലപ്പോൾ ഒരുപാടുണ്ടായിന്ന് വരില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ സംതിങ് നിങ്ങൾക്ക് ചിലപ്പോൾ ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്യാത്തത്, പിന്നെ കൂടുതൽ കാണാത്ത കാര്യങ്ങളൊക്കെയാണ് മാക്സിമം ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ചിലപ്പോൾ ഒരുപാട് പേരൊക്കെ ഇത് കണ്ടിട്ടുണ്ടാവും, പോയിട്ടൊക്കെ ഉണ്ടാവും, എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളവരൊക്കെ ഉണ്ടാവും. ഹൗവർ ഇറ്റ് ഈസ് എന്തായാലും ഇതൊരു വെരി ഗുഡ് എക്സ്പീരിയൻസ് ആണ്. തീർച്ചയായിട്ടും നിങ്ങൾ എന്തായാലും ഇതൊരു പാക്കേജിൽ വന്നു കഴിഞ്ഞാൽ ഈ ഒരു 350 dirhams കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതൊരു നിരാശയാവില്ല. എന്തായാലും സംഭവം വർത്താണ്. എന്താ പറയുക, കാരണം ബോട്ട് ഡ്രൈവ് ചെയ്ത് സ്പീഡ് ബോട്ട് ഡ്രൈവ് ചെയ്തൊക്കെ വരുമ്പോൾ അതൊരു രസമാണ്. എന്തായാലും മൊത്തത്തിൽ നല്ല മെയിൻ ഡീപ്പ് സീയുടെ ഏരിയയിലൊക്കെ നമ്മൾ ഡ്രൈവ് ചെയ്ത് വന്നിരുന്നത് വീഡിയോയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. സംഭവം
സ്കെൽട്ടൺ. അടിപൊളി, സൂപ്പർ, ഒന്നും പറയാനില്ല. സംഭവം ക്ലാസ്. കാരണം ഇത് നമ്മൾ സാധാരണ കാണുന്ന മാതിരിയുള്ള വ്യൂസ് ഒന്നും അല്ല ഇവിടെ കിട്ടുന്നത്. കാര്യം സംതിങ് എക്സ്ട്രാ ഓർഡിനറി വ്യൂസാണ് ഇവിടെ ഫുള്ള് വരുന്നത്. കണ്ടോ, ഒരുപാട് സ്കെൽട്ടൺസ് ഉണ്ട് കേട്ടോ ഇവിടെയൊക്കെ. ഐ മീൻ പക്ഷികളുടെയും അങ്ങനെ പല പല ബേഡ്സിൻ്റെ പല ടൈപ്പ് ഉണ്ട്. എന്തൊക്കെയാണെന്ന് അറിയില്ല. വെരി നൈസ്, അടിപൊളി, നല്ല എന്താ പറയുക, ആദ്യമായിട്ടാണ് ഇങ്ങനെ ഇത്രയും തരാം. ആ നടുക്ക് ഫുള്ള് വെള്ളമാണ്, അതിൻ്റെ നടുക്കിൽ ആണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. സോറി, പറഞ്ഞാൽ മാറിപ്പോയി. നടുക്ക് കരയാണ് ലാൻഡിൽ, ഈ ഐലൻഡിൽ ചുറ്റും വെള്ളമാണ്. അടിപൊളി, സംതിങ് ക്ലാസ് വ്യൂ. കൂടെ നമ്മുടെ കൂട്ടത്തിൽ ഗ്രൂപ്പിലുണ്ടായ അവരടുത്ത് ചോദിച്ചപ്പോൾ ഒരുപാട് ഇഷ്ടമായി എന്ന് പറഞ്ഞു. സംഭവം അടിപൊളിയാണ്. പെട്ടെന്ന് വീഡിയോ നിങ്ങൾ കാണുമ്പോൾ വിചാരിക്കും എന്താ സംഭവം. സംഭവം നമ്മൾ റീനോ ഡ്രൈവ് എല്ലാം കഴിഞ്ഞിട്ട് തിരിച്ച് കരയിലേക്ക് കയറാൻ നേരത്ത് നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ഗോപ്രോ പെട്ടെന്ന് വെള്ളത്തിലേക്ക് വീണുപോയി. വെള്ളത്തിലേക്ക് വീണുപോയിട്ട് പിന്നെ അന്ന് ഏകദേശം ഒരു 7 മണിയൊക്കെ രാത്രി ആയതുകൊണ്ട് എടുക്കാൻ പറ്റിയില്ല. കാര്യം ലൈറ്റ് ഉണ്ടായിരുന്നില്ല. പിന്നെ നെക്സ്റ്റ് ഡേ മോർണിംഗ് ഏകദേശം ഒരു 7:30 8 o'clock ഇടയിൽ ഞങ്ങൾ മോർണിംഗിന് വന്നിട്ട് അതിന് ഇത് ചെയ്യുന്ന ഒരു ടീമുണ്ട് അവിടെ. ഐ മീൻ കയാക്കിൻ്റെ ടീമിലെ മെമ്പറാണ് ആളെ നമുക്ക് വേണ്ടിയിട്ട് എടുക്കണ ആ ഒരു വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കാണുന്നത്. യാ ആൾ പോയിട്ടുണ്ട് താഴത്തേക്ക് എടുക്കാനായിട്ട്. സംഭവം കിട്ടിയാൽ മതിയായിരുന്നു. Yes, exactly. Yes. Thank you very much. Yeah, it's good, man. Yeah. I tell you, it looks cool, everyone. ഫൈനലി നമ്മളെടുത്തിരിക്കുകയാണ്. നമ്മുടെ ആളെടുത്ത് നിന്നിരിക്കുന്നതാണ്. എന്തായാലും കിട്ടി സാധനം വെള്ളത്തിൽ പോയിട്ട്. അങ്ങനെ ഞാൻ വീട്ടിൽ വന്നതിന് ശേഷം പിന്നെ ഗോപ്രോ അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ വെള്ളത്തിൽ നിന്ന് എടുത്തതിന് ശേഷം പിന്നെ ഓണാക്കിയില്ല. അപ്പോൾ തന്നെ ഓണാക്കിയാലും കുഴപ്പമൊന്നുമില്ല. കാര്യം എന്താ പറയുക, അത് ആസ് പെർ ദ ഗോപ്രോയുടെ അവരുടെ ആ ഒരു ഇതനുസരിച്ചിട്ട് തന്നെ അവർ പറയുന്നത് 6 to 7 up to 10 meter വരെ ഡെപ്തിൽ കിടന്നാലും കുഴപ്പമൊന്നുമില്ല. ഇതിന് അങ്ങനെ വാട്ടർ റെസിസ്റ്റൻ്റ് ആണ് സംഭവം. പിന്നെ ഗോപ്രോയുടെ മാക്സ് വാട്ടർ പ്രൂഫാണ്. ഇത് വാട്ടർ റെസിസ്റ്റൻ്റ് ആണ് ഹീറോ 8. അപ്പോൾ സംഭവം കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ അപ്പോൾ ആ സമയത്ത് ജസ്റ്റ് നമുക്കിപ്പോൾ അത് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയതുകൊണ്ടാണ്. ഞാൻ ഇതിനു മുമ്പൊന്നും വെള്ളത്തിൽ ഇട്ടിട്ടില്ല സംഭവം. അപ്പോൾ വെള്ളത്തിൽ വീണതുകൊണ്ട് പിന്നെ ഞാൻ എന്തായാലും ബാറ്ററി ഒന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ അകത്തൊന്നും ഒട്ടും വെള്ളം ഉണ്ടായിരുന്നില്ല കേട്ടോ. ഒരു ഈർപ്പോ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വീട്ടിൽ വന്നതിന് ശേഷം പിന്നെ ബാറ്ററി ഇട്ടു. പിന്നെ ഞാൻ ഒന്ന് ഓണാക്കി നോക്കിയിരുന്നു. അപ്പോൾ ഞാൻ ആ ഒരു സംഭവം ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ബാറ്ററി ഒന്നുകൂടി ഇട്ട് എന്നിട്ട് ഞാൻ ഓണാക്കി സംഭവം. എന്നിട്ട് ഞാനിപ്പോൾ എടുത്തിട്ടുള്ള വീഡിയോസ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. സൗണ്ടിന് ഒന്നും ഒരു പതർച്ച അങ്ങനെ ഒന്നുമില്ല. എന്താ പക്ക ക്ലിയറായിട്ട് എല്ലാം പക്കയായിരുന്നു. ഒരു കുഴപ്പമില്ല സംഭവം. അപ്പോൾ എന്തായാലും ഗോപ്രോയുടെ ഒരു പക്ക റിവ്യൂ ആയിട്ട് തന്നെ പറയാം. സംഭവം അടിപൊളി, ഒരു കുഴപ്പമില്ല. അതായത് നമ്മൾ കൊടുക്കുന്ന പൈസക്ക് നമുക്ക് എന്തായാലും വർത്താണ് സംഭവം. പിന്നെ നല്ല 4K ക്ലാരിറ്റിയിൽ നമുക്ക് ഷൂട്ട് ചെയ്യാം. അതൊക്കെയാണ് അതിൻ്റെ ഒരു മെയിൻ പ്രത്യേകത. വാട്ടർ പ്രൂഫാണ്, വാട്ടർ റെസിസ്റ്റൻ്റ് ആണ്. അത്യാവശ്യം നമുക്ക് നമ്മുടെ ആവശ്യം വെള്ളത്തിലൊക്കെ ഇട്ട്, പിന്നെ അതിന് ശേഷമൊക്കെ ഞാൻ വെള്ളത്തിൽ ഒന്ന് ഇട്ടിട്ട് വേറെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഒന്നും ഒരു കുഴപ്പമില്ല, നോ പ്രോബ്ലം. അപ്പോൾ എന്തായാലും വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനിയും കുറേ ടെക്നോളജിക്കലും ട്രാവലായിട്ടുള്ള വീഡിയോസ് കേട്ട് നമ്മൾ ഇനിയും വരുന്ന എപ്പിസോഡുകൾ കാണുന്നതായിരിക്കും തീർച്ചയായിട്ടും.
അപ്പോൾ എല്ലാവരും നമ്മൾ പ്രൊമോട്ട് ചെയ്യുക, എല്ലാവരും വീഡിയോസ് ഷെയർ ചെയ്യുക മാക്സിമം നിങ്ങളുടെ സർക്കിൾസിലോട്ടൊക്കെ. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. ബൈ ബൈ.